ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 25-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് വായിക്കാമോ? 25-ഉം 26-ഉം ഒന്ന് വായിക്കാമോ? ആദ്യം പുറത്തു വന്നവൻ ചെമന്നിരുന്നു, അവന്റെ ദേഹം മുഴുവൻ രോമക്കുപ്പായമിട്ടതുപോലെയായിരുന്നു. അവർ അവന് ഏസാവ് എന്ന് പേരിട്ടു. അതിനുശേഷം അവന്റെ സഹോദരൻ പുറത്തു വന്നു. ഏസാവിന്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു. അവനെ യാക്കോബ് എന്ന് വിളിച്ചു. ഇസഹാക്കിന് 60 വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത്. ആമേൻ. ആദ്യം പ്രസവിച്ചവന്റെ പേര് ഏസാവ്, രണ്ടാമത് വന്നവന്റെ പേര് യാക്കോബ്. എന്താണ് യാക്കോബിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം? ഇവിടെ ആരെങ്കിലും യാക്കോബ് ഉണ്ടോ? ജേക്കബ്, യാക്കോബ് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഓക്കെ. യാക്കോബിന് ആ പേര് വരാനുള്ള കാരണം എന്താണെന്നാണ് അവിടെ വചനം പറഞ്ഞിരിക്കുന്നത്. 26-ാം വാക്യം. അതിനുശേഷം അവൻ്റെ സഹോദരൻ പുറത്തു വന്നു, ഏസാവിൻ്റെ കുതുകാലിൽ അവൻ പിടിച്ചിരുന്നു, അവന് യാക്കോബ് എന്ന് പേര് വിളിച്ചു. കുതുകാലിൽ പിടിക്കുന്നവൻ അല്ലെങ്കിൽ ചതിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്ന യാക്കോബ് എന്ന് അവനെ വിളിച്ചു. അവൻ ജനിച്ച് ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴേ അവൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ കുതുകാലിൽ പിടിച്ചിട്ടാണ് അവൻ കടന്നു വരുന്നത്. പിന്നീട് അവൻ്റെ പ്രവൃത്തികൾ മുഴുവൻ അങ്ങനെയാണ്. ഒരു നേരത്തെ ആഹാരത്തിന്, ഒരു പായസത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശം അവൻ്റെ കുതുകാലിൽ പിടിച്ച് അവനെ വലിച്ച് അതിൽ നിന്നും സ്വന്തമാക്കി. അവൻ്റെ അപ്പനിൽ നിന്നും അനുഗ്രഹം അവൻ സ്വന്തമാക്കി. ഇങ്ങനെ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കാണുന്നൊരു കാര്യമാണ്, അവൻ്റെ ജ്യേഷ്ഠനെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവന് കിട്ടേണ്ട അനുഗ്രഹങ്ങളെല്ലാം ഇവൻ പിടിച്ചു വാങ്ങുന്നൊരവസ്ഥ. ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ അവൻ സ്വന്തമാക്കി, ജ്യേഷ്ഠാവകാശം അവൻ സ്വന്തമാക്കി. ഞാനിതിൻ്റെ വചനം ഒന്നും എടുക്കണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ആണോ? അല്ലേ? അറിയാം. ഓക്കെ. ജ്യേഷ്ഠാവകാശം അവൻ സ്വന്തമാക്കി. അവൻ്റെ അപ്പനിൽ നിന്നും അനുഗ്രഹം അവൻ സ്വന്തമാക്കി. പക്ഷെ എല്ലാവിധ അനുഗ്രഹങ്ങളും അവൻ്റെ ജീവിതത്തിൽ വന്നിട്ടും അതൊന്നും പ്രാപിക്കാൻ അവന് സാധിച്ചില്ല. പ്രകടമായ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പ്രാപിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇന്ന് നമ്മളിൽ പലരുടെയും ഒരു അവസ്ഥ ഇത് തന്നെയാണ്. പണമുണ്ടോയെന്ന് ചോദിച്ചാൽ പണമുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്, എല്ലാവിധ സുഖ സൗകര്യങ്ങളുണ്ട്, ഒന്നിനും കുറവില്ല. നല്ല വീടുണ്ട്, പക്ഷെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. നല്ല ജോലിയുണ്ട്, പക്ഷേ ആ ജോലിയിൽ എവിടേക്കോ പ്രശ്നങ്ങളാണ്. വിദേശ രാജ്യത്തേക്ക് വിസയുണ്ട്, പക്ഷേ പോകാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ചിലവിധ പ്രതിസന്ധികൾ, ചിലവിധ പ്രശ്നങ്ങൾ. ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും, ഇഷ്ടപ്പെട്ട സന്തോഷകരമായ കുടുംബജീവിതമുണ്ട്, അല്ലെങ്കിൽ നല്ല ദമ്പതികളാണ്, ഭാര്യ കൊള്ളാം, ഭർത്താവും കൊള്ളാം, എല്ലാം ഓക്കെയാണ്. പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും ഈ സന്തോഷങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നില്ല. നല്ല അനുഗ്രഹിക്കപ്പെട്ട മക്കളുണ്ട്, പക്ഷെ പലപ്പോഴും ഈ മക്കൾ നമ്മുടെ ശത്രുവായിട്ട് വരിക, നമുക്കൊരു സന്തോഷം കിട്ടുന്നില്ല. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ. അനുഗ്രഹമാണ് നിന്റെ ജീവിതത്തിൽ വരാനുള്ളത്, അനുഗ്രഹമാണ്, വാഗ്ദത്തം എല്ലാം ഉണ്ട്, പക്ഷെ ഇതൊന്നും പ്രാപിക്കാൻ കഴിയാത്തൊരവസ്ഥ. എല്ലാം ഉണ്ടായിട്ടും ഇതൊന്നും പ്രാപിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥയുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? ഇത് വ്യക്തമായിട്ട് യാക്കോബിൻ്റെ ജീവിതത്തിൽ 1-2 കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചാൽ അത് മനസ്സിലാക്കാം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. 27-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം ഒന്ന് വായിക്കാമോ? 27-ന്റെ 26. ഇസഹാക്ക് അവനോട് പറഞ്ഞു, നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക. അവൻ ചുംബിച്ചപ്പോൾ ഇസഹാക്ക് അവന്റെ ഉടുപ്പ് മണത്തു നോക്കി അവനെ അനുഗ്രഹിച്ചു. കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച വയലിന്റെ മണമാണ് എന്റെ മകന്റേത്. 36-ാം വാക്യം വായിച്ചോ? 36 കൂടി വായിച്ചോ? ഏസാവ് പറഞ്ഞു, വെറുതെയാണോ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത്? 2 തവണ അവൻ എന്നെ ചതിച്ചു, കടിഞ്ഞൂലവകാശം എന്നിൽ നിന്ന് അവൻ കൈക്കലാക്കി. അതായത് എല്ലാവിധ അനുഗ്രഹങ്ങളും ഇസഹാക്കിൽ നിന്നും യാക്കോബ് സ്വന്തമാക്കി. അങ്ങനെ സ്വന്തമാക്കി കഴിഞ്ഞപ്പം ഏസാവ് വന്ന് അനുഗ്രഹം ചോദിക്കുമ്പോൾ അവൻ്റെ പിതാവ് പറയുന്നൊരു കാര്യം ഇതാണ്, എല്ലാ അനുഗ്രഹവും ഞാൻ ആർക്ക് കൊടുത്തു? ഞാൻ യാക്കോബിന് കൊടുത്തു. ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല നിനക്ക് തരാൻ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഏസാവ് വളരെയധികം വേദനയോടെ, ദുഃഖത്തോടെ പറയുകയാണ്, വെറുതെയാണോ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത്? വെറുതെയാണോ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത്? കാരണം ജനിച്ചപ്പോഴേ എൻ്റെ കുതുകാലെ വലിച്ച് എന്നെ വലിച്ചിടുന്നൊരു സ്വഭാവമായിരുന്നു അവന്. അതുകൊണ്ടാണ് അവന് യാക്കോബ് എന്ന് പേര് വന്നത്. വെറുതെയാണോ അവൻ ഈ പേര് വിളിക്കുന്നത്? അവൻ്റെ പേരിൻ്റെ അതേ സ്വഭാവം തന്നെ അവൻ ജീവിതത്തിൽ ഉടനീളം കാണിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടി വായിച്ചോ? 36-ാം വാക്യം.
ഏസാവ് പറഞ്ഞു, വെറുതെയാണോ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത്? 2 തവണ അവൻ എന്നെ ചതിച്ചു. കടിഞ്ഞൂലവകാശം എന്നിൽ നിന്ന് അവൻ കൈക്കലാക്കി. ഇപ്പോഴിതാ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു. വീണ്ടും അവൻ പിതാവിനോട് ചോദിച്ചു, എനിക്ക് വേണ്ടി ഒരു വരം പോലും അങ്ങ് നീക്കി വെച്ചിട്ടില്ലേ? അവൻ വീണ്ടും കർത്താവിന്റെ മുമ്പിൽ ചോദിക്കുന്നത് പോലെ വളരെ വിനയാന്യതനായി പിതാവിനോട് ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി ഒരു വരമെങ്കിലും നിന്റെ കയ്യിൽ ബാക്കിയുണ്ടോ? എന്തെങ്കിലും ഒന്ന് എനിക്ക് വേണ്ടി തരാൻ കഴിയുമോ എന്ന ചോദ്യമാണ് പിതാവിനോട് ചോദിക്കുന്നത്. അടുത്ത വാക്യം വായിച്ചോ. ഇസ്ഹാക്ക് പറഞ്ഞു, ഞാൻ അവനെ നിന്റെ യജമാനനാക്കി അവന്റെ സഹോദരന്മാരെ ഏസാവ് യാക്കോബിന്റെ ദാസനായും യാക്കോബ് ഏസാവിന്റെ യജമാനനായും ആരനുഗ്രഹിച്ചു? ഇസ്ഹാക്ക് അവനെ അനുഗ്രഹിച്ചു. അതായത് അനിയന്റെ ദാസനായി ജ്യേഷ്ഠൻ വരുന്ന ഒരവസ്ഥ, മറ്റവൻ യജമാനനായി വരുന്നൊരവസ്ഥ. ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ഈ അനുഗ്രഹം പ്രാക്ടിക്കലി സംഭവിച്ചോ ഇല്ലയോ? നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുള്ള ആളുകളാണല്ലോ, ബൈബിൾ വായിച്ചിട്ടുണ്ട്. ഒരുമാതിരി പറഞ്ഞ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ആളുകളാണ്. ഏസാവിനെ യാക്കോബ് യജമാനനായി നിൽക്കുകയും ഏസാവ് താഴെ നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അവൻ്റെ അപ്പൻ അനുഗ്രഹിച്ചു. പക്ഷെ പിന്നീട് നടക്കുന്ന കഥ എന്താ? അവൻ പറഞ്ഞു, ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞു. ഏസാവ് പറഞ്ഞു, ഞാൻ യാക്കോബിനെ കൊല്ലുമെന്ന് പറഞ്ഞു. അമ്മ അവനെ ഒളിച്ചു കടത്തി ഒരു സ്ഥലത്തേക്ക് മാറ്റി, അല്ലേ? യഥാർത്ഥത്തിൽ ഇപ്പുറത്ത് ഏസാവ് വളർന്നു വന്നു, അവനും സമ്പത്തായി, അവനും കന്നുകാലികളും എല്ലാവിധ രീതിയിലും അവൻ അനുഗ്രഹിക്കപ്പെട്ടു. യാക്കോബാകട്ടെ ലാബാന്റെ അവിടെ ചെല്ലുന്നു, അവിടെ യാക്കോബും ചില കാര്യങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുന്നു. പക്ഷേ എല്ലാ അനുഗ്രഹവും ഉണ്ടായിട്ടും യാക്കോബിന് ഇതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ. യാക്കോബ് വളരെ സന്തോഷത്തോടുകൂടെ ഒരുവളെ കണ്ടു, അവളെ ഇഷ്ടപ്പെട്ടു, അവളെ ഭാര്യയാക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഭാര്യയാക്കാൻ പറ്റിയോ? ഇല്ല. എന്ത് സംഭവിച്ചു? 7 വർഷം ഞാൻ അധ്വാനങ്ങളുടെ ഫലങ്ങൾ നിനക്ക് തരുമ്പോൾ അതിൻ്റെ പ്രതിഫലമായി എനിക്ക് നിന്റെ മകളെ എനിക്ക് തരിക, അവൾ നല്ലവളാണ്, സന്തോഷമാണ്, എനിക്ക് അവളെ തരിക എന്ന് പറഞ്ഞിട്ടാണ് യാക്കോബ് ഒരു എഗ്രിമെൻ്റ് വെക്കുന്നത്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? 7 വർഷം അധ്വാനിച്ച് കഴിഞ്ഞ് ആ അധ്വാനത്തിൻ്റെ ഫലമായി എനിക്ക് അവളെ തരിക എന്ന് പറഞ്ഞു കഴിയുമ്പം അവിടെ ലഭിക്കുന്നത് ആരെയാണ്? ലേയനെയാണ് കൊടുക്കുന്നത്, അല്ലേ? അവൻ്റെ അമ്മായപ്പൻ അവനെ തിരിച്ചു ചതിച്ചു. ഇപ്പുറത്ത് എന്താ സംഭവിച്ചത്? യാക്കോബിൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഒരു അന്ധകാരം നിറഞ്ഞ സമയത്ത്, അതായത് ഇസ്ഹാക്ക് അവൻ്റെ പിതാവ് കണ്ണ് കാണാത്ത അവസ്ഥയിൽ, അന്ധനായിരിക്കുന്ന അവസ്ഥയിൽ, ആ നിൽക്കുന്ന അവസ്ഥയിൽ അവൻ്റെ അപ്പനെ യാക്കോബ് പറ്റിച്ചു. ആരെ പറ്റിച്ചു? അപ്പനെ യാക്കോബ് കബളിപ്പിച്ചു. ഞാൻ ഏസാവാണെന്ന് പറഞ്ഞ് അവൻ്റെ കൈകളിൽ രോമകുപ്പായങ്ങളെല്ലാം ധരിച്ച് അവൻ്റെ അന്ധനായ പിതാവിനെ വഞ്ചിച്ച് പറ്റിച്ച് അവനിൽ നിന്നും അനുഗ്രഹം വാങ്ങി. യാത്ര ചെയ്ത് 7 വർഷം അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞപ്പം യാക്കോബിൻ്റെ അമ്മായപ്പൻ ഒരു രാത്രി ഇതേ തരത്തിൽ അവനെ തിരിച്ചു പറ്റിച്ചു. മറ്റൊരാളെ അവൻ്റെ റൂമിലേക്ക് കയറ്റി വിട്ടു. ചതി അങ്ങനെ തന്നെ തിരിച്ചു വന്നു. അവൻ അനുഗ്രഹിക്കപ്പെട്ടോ? യാക്കോബിനെ കൊടുത്ത അനുഗ്രഹങ്ങളാണ്, മുഴുവൻ കൊടുത്ത അനുഗ്രഹമാണ്. ഞാൻ നിന്റെ ജ്യേഷ്ഠനെ നിന്റെ ദാസനാക്കി മാറ്റി, നീ യജമാനായി നിൽക്കും, നീ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും, സകലതും നിനക്ക് അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങളൊന്നും അവൻ്റെ ജീവിതത്തിൽ വരാതിരുന്നില്ല. പക്ഷെ ഇതൊന്നും അവന് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒന്നും അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ. സന്തോഷകരമായ ഒരു സ്ത്രീയെ കണ്ടു, അവളെ സ്വന്തമാക്കണം എന്ന് വിചാരിച്ചു. 7 വർഷം മുഴുവൻ കഠിനാധ്വാനം ചെയ്തു. പക്ഷേ അവൻ്റെ അമ്മായപ്പൻ തന്നെ അവനെ വഞ്ചിക്കുന്നു. ഇവൻ അങ്ങോട്ട് കൊടുത്തത് അവൻ അങ്ങനെ തന്നെ ഇപ്പുറത്ത് തിരിച്ചു കിട്ടുന്ന അവസ്ഥ. വീണ്ടും ഒരു 7 വർഷം കൂടി അധ്വാനിച്ചു. ആ 7 വർഷം കൂടി അധ്വാനിച്ച് അവൻ ഇഷ്ടപ്പെട്ട ഭാര്യയെ സ്വന്തമാക്കി. പക്ഷേ ആ ഭാര്യയിൽ ഒരു കുഞ്ഞില്ല, ഒരു മകനോ മകളോ ഒരു തലമുറയോ ജനിക്കാത്ത അവസ്ഥ. അവൾ മച്ചിയായി നിൽക്കുന്ന അവസ്ഥ. വീണ്ടും 7 വർഷം അധ്വാനിക്കുന്നു. അങ്ങനെ 21 വർഷം അധ്വാനിച്ച് സമ്പത്തും എല്ലാമായി നിന്നപ്പം അവൻ അവിടെ കഴിയാൻ പറ്റാത്ത അവസ്ഥ വന്നു. അവൻ്റെ അമ്മായപ്പൻ അവനെതിരായി. അവിടെ നിന്ന് ഓടി ഒളിക്കേണ്ട അവസ്ഥയായി. അവിടെ നിന്നാൽ മരണപ്പെടും എന്നുള്ള അവസ്ഥയായി. അങ്ങനെ ഓടി ഒളിച്ച് അവിടെ നിന്ന് പോരുന്ന വഴിക്ക് ആ അമ്മായപ്പൻ്റെ കുലവിഗ്രഹം ആര് കട്ടെടുത്തു? ഈ പറയുന്ന ഭാര്യ കട്ടെടുത്തുകൊണ്ട് പോന്നു. അപ്പോഴും അമ്മായപ്പൻ്റെ സൈന്യവും പരിവാരങ്ങളും വന്ന് ഇവരെ തടയുന്നു. വീണ്ടും പ്രതിസന്ധി, പ്രശ്നങ്ങൾ. ഇനി അപ്പുറത്തേക്ക് പോയ യാക്കോബ് ഏസാവ് പുറകോട്ട് പോയാൽ ഇത് അമ്മായപ്പൻ. എല്ലാം പ്രശ്നം, മുൻപിലും പ്രശ്നം, പിൻപിലും പ്രശ്നം, എല്ലാ രീതിയിലും പ്രശ്നമായിട്ട് നിൽക്കുക. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതേ പ്രശ്നമുണ്ടെന്ന് തിരിഞ്ഞു നോക്കുക. അതായത് അനുഗ്രഹമുണ്ടോ? ഉണ്ട്. സമ്പത്തുണ്ടോ? ഉണ്ട്. മക്കളൊക്കെ നല്ല നിലയിലാണോ? അതെ. പക്ഷെ ഇതൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒന്നുകിൽ രോഗം, അല്ലെങ്കിൽ സമാധാനമില്ലാത്ത അവസ്ഥ,
എന്തൊക്കെയുണ്ടോ ഇതൊന്നും അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ എവിടെയൊക്കെയോ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ അനന്തരഫലം അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. പ്രവചനങ്ങൾ മുഴുവൻ എല്ലാം പറയുന്നത് അനുഗ്രഹമാണ്. ഇന്ന് വരെ ഒരു ശാപത്തിൻ്റെ ഒരു പ്രവചനം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. വന്നത് മുഴുവൻ അനുഗ്രഹമാണ്. നീ അനുഗ്രഹിക്കപ്പെടും, നീ വിദേശ രാജ്യത്ത് ചെല്ലും, നീ ഇന്ന കാര്യം ഇങ്ങനെ അനുഗ്രഹങ്ങളുടെ പേമഴയാ. പക്ഷെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. യാക്കോബിനെ നോക്കുക, അനുഗ്രഹത്തിന് കുറവൊന്നുമില്ല. 21 വർഷം അവൻ അധ്വാനിച്ചു. അവൻ്റെ പൊട്ടും പുള്ളിയുള്ള ആടുകൾ ആവശ്യത്തിലധികം ദൈവം അനുഗ്രഹിച്ചു. അവന് എല്ലാ സമ്പത്തും ഉണ്ട്. പക്ഷെ ഇതൊന്നും അവന് അനുഭവിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും അവന് കൊണ്ടുകിടക്കാൻ പറ്റത്തില്ല. എല്ലാ സമ്പത്തും അനുഗ്രഹവും ഉണ്ടായിട്ടും സമാധാനം എന്നൊന്ന് അവൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത അവസ്ഥ. ഒന്നെങ്കിൽ ഭാര്യമാർ തമ്മിൽ അടി, 2 ഉണ്ട്, അതിൻ്റെ കൂടെ 2 കൂടി ഉണ്ട്. ഈ 4 4 വഴിക്ക് തിരിയും. എല്ലാവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരും. ഒരു കോംപ്രമൈസും ഇല്ലാത്ത അവസ്ഥ. എവിടെയെങ്കിലും ഒന്ന് സമാധാനം കിട്ടുമ്പോൾ അമ്മായപ്പനെതിരായിട്ട് വരും. ഇങ്ങനെ ചുറ്റുപാട് മുഴുവൻ ഈ പറയുന്ന പലായനം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് തിരിച്ചു വരുന്നു, ഇങ്ങനെ ഓടി നടക്കുന്ന അവസ്ഥ. ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെയുള്ളൊരവസ്ഥ യാക്കോബിന് വന്നതിൻ്റെ കാരണം ദൈവവചനം പറയുകയാണ്. അവൻ്റെ പേരിൽ തന്നെ കിടക്കുകയാണ്, കുതുകാലിൽ പിടിക്കുന്നവൻ ചതിയൻ എന്ന പേര് അവന് കിടക്കുക. പക്ഷേ എപ്പോഴോ യാക്കോബ് ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നൊരു സമയമുണ്ട്. ഈ 21 വർഷം അവിടെ കിടന്ന് അധ്വാനിച്ചിട്ട് തിരിച്ചു വരുമ്പം ആ കടവിൽ വെച്ച്, യാബോക്ക് കടവിൽ വെച്ച് ദൈവവുമായി മൽപ്പിടുത്തം നടത്തി ദൈവത്തിൻ്റെ മുൻപിൽ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോഴാണ് അവിടെ നിന്നാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം, യാക്കോബിനെ ദൈവം പേര് മാറ്റി. എന്താക്കി മാറ്റി? ഇസ്രായേൽ എന്ന പേരിലേക്ക് അവനെ മാറ്റി. കാരണം അവൻ്റെ പേരിനൊരു പ്രശ്നമുണ്ട്. എന്താ അവൻ്റെ പേരിൻ്റെ അർത്ഥം? കുതുകാലെ പിടിക്കുന്നവൻ. ജ്യേഷ്ഠൻ്റെ കുതുകാലെ പിടിച്ച് വലിച്ചിരുന്നവനാണ് അവൻ്റെ പേര്. ആ പേര് കൊണ്ട് അവൻ മുന്നോട്ട് പോകണോ വേണ്ടേ? വേണ്ട. ആ പേര് അവനെ മാറ്റണം. പകരം ഇസ്രായേൽ, അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പേര് ഇതാ യാക്കോബിന് ദൈവം കൊടുക്കുക. പക്ഷേ ഈ അനുഗ്രഹം കൊടുക്കുന്നതിന് മുൻപ് ഒരു സംഭവം സംഭവിച്ചു. ദൈവം യാക്കോബിനോട് ചോദിച്ചു, നിൻ്റെ പേര് എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചു. യാക്കോബ് അവൻ്റെ പേര് പറഞ്ഞു, ഞാൻ യാക്കോബ് എന്ന് തന്നെയാണ്. അവൻ യാക്കോബ് എന്ന് പേര് പറയുമ്പം അവൻ പറയാതെ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ കുതുകാലിൽ പിടിച്ചു വലിച്ച് അവനെ ഞാൻ ചതിച്ച് അവനിൽ നിന്നും ജ്യേഷ്ഠാവകാശം സ്വന്തമാക്കി. 2, അവന് കിട്ടേണ്ട അനുഗ്രഹം അവൻ്റെ പിതാവിൽ നിന്നും സ്വന്തമാക്കി തട്ടിയെടുത്തവനാണ് ഞാൻ. എൻ്റെ പേര് യാക്കോബ് എന്നാണ് എന്ന് പറഞ്ഞ് അവൻ്റെ പേര് പറയുകയാണ്. യഥാർത്ഥത്തിൽ അവൻ്റെ പേരല്ല പറയുന്നത്. അവൻ പറയുന്നത് അവൻ്റെ പ്രവൃത്തിയാണ് പറയുന്നത്. അവൻ ചെയ്ത പാപങ്ങളാണ് അവൻ ദൈവസന്നിധിയിൽ ഏറ്റു പറയുന്നത്. അവൻ ചെയ്ത തിന്മയുടെ പ്രവൃത്തികൾ അവൻ ദൈവസന്നിധിയിൽ ഏറ്റു പറയുന്നു. കർത്താവേ, ഞാൻ യാക്കോബാണ്, ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ ചതിച്ചു, ഞാൻ അവനിൽ നിന്നും ജ്യേഷ്ഠാവകാശം സ്വന്തമാക്കി, എൻ്റെ പിതാവിൽ നിന്നുള്ള അനുഗ്രഹവും ഞാൻ സ്വന്തമാക്കി. ഇത് 2 ചതിയിൽ നിന്നാണ് സംഭവിച്ചത്. എന്നോട് പൊറുക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. അവിടെ മുതൽ യാക്കോബ് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങുക. അതുവരെ യാക്കോബിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമെല്ലാം ഉണ്ട്, പ്രവചനങ്ങളെല്ലാം സംഭവിച്ചു. പക്ഷേ അതൊന്നും അവൻ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ പിന്നീട് അങ്ങോട്ട് സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ നാളുകളായിട്ടാണ് പിന്നെ വചനം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവം അവനോട് പറഞ്ഞു, ഓക്കെ, നീ യാക്കോബാണല്ലോ, ഇനി നീ ഈ പേര് നീ അറിയപ്പെടണ്ട. ജ്യേഷ്ഠനെ ചതിച്ചവനെന്നും വഞ്ചിച്ചവനെന്നും കുതുകാലെ പിടിക്കണമെന്ന പേരിൽ നീ അറിയപ്പെടണ്ട. ഇനി നീ ഏത് പേരിൽ അറിയപ്പെടും? ഇസ്രായേൽ എന്ന നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. നീയും നിന്റെ സന്താനങ്ങളും അനുഗ്രഹിക്കപ്പെടും. സകലവിധ അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക് തരുന്നു. പിന്നീട് അങ്ങോട്ട് യാക്കോബ് അനുഗ്രഹങ്ങൾ കാണാൻ തുടങ്ങി അല്ലേ. പിന്നീട് 12 മക്കൾ, ആ 12 മക്കളുടെ അനുഗ്രഹങ്ങൾ. അതിനിടയിൽ ജോസഫ് ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും ആ ജോസഫിലൂടെ ഈജിപ്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായി നിൽക്കുകയും അവിടെ ഒരു രാജാവിന് കിട്ടുന്ന സ്വീകരണങ്ങൾ, അനുഗ്രഹങ്ങൾ സകല തരത്തിലും യാക്കോബിന് കിട്ടുന്നത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അതായത് എൻ്റെ പിതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയുകയും അവനെ കൊണ്ടുവരാൻ രഥങ്ങൾ അയക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എല്ലാ തരത്തിലും ആ രാജ്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠന് കിട്ടുന്ന എല്ലാ ബഹുമതികളോടെ, അനുഗ്രഹങ്ങളോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു യാക്കോബിനെ പിന്നീട് നമുക്ക് കാണാൻ പറ്റും. എവിടെയാണ് അവൻ്റെ അനുഗ്രഹം വന്നത്? അവൻ്റെ പാപം ഏറ്റു പറഞ്ഞപ്പോൾ, അവൻ്റെ ചതിയുടെ, വഞ്ചനയുടെ വാക്കുകൾ അവൻ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞപ്പോൾ അനുഗ്രഹം, ബ്ലെസ്സിങ്, പ്രവചനങ്ങൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തം അവൻ്റെ മേൽ കടന്നു വരാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചോ? തിരിച്ച് ആ യാബോക്ക് കടവിൽ നിന്നും തിരിച്ച് ഇപ്പുറത്തോട്ട് വന്നിട്ട്
ഏറ്റവും ഭയം ഏസാവിനെയാ. ഏസാവ് എന്നെ തകർക്കും, ഏസാവ് എന്നെ നശിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഏസാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പിന്നീടുള്ള വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവം പറഞ്ഞ വാഗ്ദത്തം അവിടെ സംഭവിക്കുക. അതിനു മുൻപ് ഏസാവ് യാക്കോബിനെ കൊല്ലാൻ നിന്നവനാ. പക്ഷേ വലിയ സമ്മാനങ്ങളെല്ലാം ഏസാവിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏസാവ് തിരിച്ച് യാക്കോബിനോട് പറയുന്നത്, അങ്ങനെയല്ല അനുജ, നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി, നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ഇതെല്ലാം എൻ്റെ ദൈവം എനിക്ക് ആവശ്യത്തിലധികം തന്നിട്ടുണ്ട്. എനിക്ക് സമ്പത്ത് വേണ്ട, എനിക്ക് കാളകളെ വേണ്ട, മറ്റൊന്നും വേണ്ട, നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി എന്ന് പറയുന്ന എന്താണ്? അവന് ഇസഹാക്ക് കൊടുത്ത അനുഗ്രഹം, നിന്റെ ജ്യേഷ്ഠൻ നിന്റെ ദാസനായി മാറും, നീ അവൻ്റെ യജമാനനായി മാറുമെന്നാണ് യാക്കോബിന് കൊടുത്ത അനുഗ്രഹം. അന്നു മുതൽ ഏസാവ് ദാസനും യാക്കോബ് യജമാനനുമായി ദൈവം മാറ്റി. ആ അനുഗ്രഹവും അവൻ്റെ ജീവിതത്തിൽ വന്നു എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ കുറ്റങ്ങളെയും എല്ലാ കുറവുകളെയും കർത്താവായ യേശുവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങൾ സമർപ്പിക്കുന്നു. വഞ്ചനയുടെ ദിനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. കർത്താവായ യേശുവേ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും എല്ലാ വഞ്ചനകളെയും നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 18 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 18 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇവിടെ 2 കാര്യങ്ങളാണ് 2 വചനത്തിലൂടെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നത്. ഒന്ന്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. പൗലോസ് പറയുകയാണ്, വെളിപ്പെടാനുള്ളൊരു മഹത്വമുണ്ട്. ദൈവമക്കൾക്ക് വെളിപ്പെടാനുള്ള ഒരു മഹത്വമുണ്ട്. ആ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നുള്ള കഷ്ടതകൾ, ഇന്നുള്ള പ്രതിസന്ധികൾ അത് നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. എന്നിട്ട് അതിനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. എന്താണ് ആ മഹത്വം, എന്താണ് ആ മഹത്വം എന്ന് തൊട്ട് താഴത്തെ വചനത്തിൽ 19-ാം വാക്യത്തിൽ പറയാണ്, സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണാൻ കഴിയുന്ന ഈ വിസിബിൾ വേൾഡിൽ ഏറ്റവും പവർഫുള്ളായി നിങ്ങൾ കാണുന്ന, ഏറ്റവും പവർഫുള്ളായിട്ട് നിങ്ങൾ കാണുന്ന എന്താണുള്ളത്? ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ വിസിബിളായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു ശക്തി, സൂര്യൻ അല്ലേ? സൂര്യൻ്റെ ആഘാതം മൂലം യൂറോപ്പൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് കടന്നു വന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ വാർത്തയൊക്കെ വായിച്ചിട്ടുണ്ടാകും. കാരണം അവിടെ തണുപ്പാണ് സാധാരണ. പക്ഷേ പെട്ടെന്ന് ഒരു ചൂട്, ഒരു താപനം ഉണ്ടായി. അവിടെ ആളുകളൊക്കെ എന്താ പറയുക, വെള്ളത്തിൽ കിടക്കുന്നൊരവസ്ഥ. നമുക്കൊക്കെ ഇവിടെ സർവ്വസാധാരണമായി മെയ് മാസത്തൊക്കെ വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ ഭീകരമായ ഒരവസ്ഥയിൽ യൂറോപ്പിൽ വന്നു. കാരണം സൂര്യൻ്റെ ചൂട് അത്രത്തോളം ശക്തമാണ്. നമുക്കറിയാം, സൂര്യതാപമേക്കുന്ന അവസ്ഥകൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് സൂര്യനും ഭൂമിയും തമ്മിൽ ഇത്രയും അകലെ നിൽക്കുക, എന്നിട്ടാണ് നമുക്ക് ഈ അവസ്ഥ വരുന്നത്. വേണ്ട, ഈ മഴക്കാലത്തൊരു ഇടിമിന്നൽ കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ തോന്നുന്നത്? നല്ല ശക്തമായ ഒരു ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ അപ്പച്ച അമ്മച്ചി സകലരെയും വിളിക്കും, നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരും വിളിച്ച് ഒച്ചപ്പാടുണ്ടാക്കുന്നവരാ മിക്കവരും. ഒരു ഇടിമിന്നൽ ശക്തിയുണ്ടോ? ഉണ്ട്. സൂര്യൻ്റെ ശക്തി അത്രത്തോളം വലുതാണ്. ചന്ദ്രൻ, ഭൂമി, ഇനി വേണ്ട ഈ പറയുന്ന സൃഷ്ടപ്രപഞ്ചങ്ങളിലെ വിസിബിളായിട്ട് നമുക്ക് കാണുന്ന അനേക അത്ഭുതങ്ങൾ, അനേക മിറക്കിളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇതിനെയൊക്കെ മനുഷ്യൻ അത്ഭുതത്തോടെ കാണുന്നത് അല്ലേ? ഇപ്പം മറീന ട്രഞ്ച് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇതിനെ മനുഷ്യൻ അത്ഭുതത്തോടുകൂടി കാണുന്നത്. ഇത് എന്താ സംഭവം എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ബ്ലാക്ക് ഹോള് ഇപ്പോഴും അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ഇത് ഇങ്ങനെ ആയിരിക്കാം എന്ന് ശാസ്ത്രലോകം പറയുന്നു. യാതൊരുവിധ
ഐഡിയ ഇല്ല, ഉറപ്പില്ല, ഇത് തന്നെയാണെന്ന് ഒരു ഉറപ്പില്ല. ഇങ്ങനെ ആയിരിക്കാം, നിഗമനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലെ അനേക കാര്യങ്ങളെ കുറിച്ച് മനുഷ്യൻ ആകാംക്ഷയോടെ കാണുന്നു. ഇതെന്താണ്, ഇതെങ്ങനെയാണ് എന്നൊക്കെ ആകാംക്ഷയോടെ കാണുന്നു ഈ സൃഷ്ടപ്രപഞ്ചം. ഇവിടെ ദൈവവചനം മനുഷ്യന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞത്, ആ വാക്യം നിങ്ങൾ ഒന്നുകൂടി വായിച്ചേ, 19-ാം വാക്യം ഒന്നുകൂടി വായിച്ചേ. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൂര്യൻ കാതോർത്ത് വരികയാ. ഇന്ന് പ്രവാചകൻ എന്ത് പറയുമെന്ന് ആലോചിച്ച് ആകാംക്ഷയോടെ വരുന്ന സൂര്യനെ കാണുന്നത്. ചന്ദ്രൻ, നീ ഇന്ന് ചന്ദ്രനെ പോകുന്നത് ആകാംക്ഷയോടെ നിൽക്കുന്നെങ്കിൽ, ഈ പറയുന്ന സൃഷ്ടപ്രപഞ്ചമായ അതിൽ ഉൾക്കൊള്ളുന്ന സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാവിധ ഗോളങ്ങളും ദൈവമക്കൾ, ദൈവ പൈതൽ എന്താണെന്ന് പറയുന്നത്, ഇന്ന് എന്ത് വെളിപ്പെടുത്തലാണ് നടത്തുന്നത് എന്ന് ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന സൃഷ്ടപ്രപഞ്ചത്തെയാണ് നമ്മൾ കാണുന്നത്. കാര്യം മനസ്സിലായോ? അതിന്റെ റിയാലിറ്റി മനസ്സിലായോ? അതായത് മനുഷ്യന് ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മഹത്വം നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായതല്ല ആ മഹത്വം. നാളെ ഒരിക്കൽ ഇവിടെ വന്നിരിക്കുന്ന ജസ്റ്റിനെ നോക്കി സൂര്യൻ പറയുക, ജസ്റ്റിൻ എന്താ എനിക്ക് സംഭവിക്കുന്നതെന്ന് പറയോ, എനിക്കറിയില്ല എന്ന് സൂര്യൻ ജസ്റ്റിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ചോദിച്ചേട്ടാ, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ വരുമ്പം ചന്ദ്രൻ രാവിലെ ജോബിച്ചേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട്, ചോദിച്ചേട്ടാ എന്താണ് ഇനി വരാൻ പോകുന്നതെന്നൊന്ന് പറയാമോ, എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതേ ഓരോ ദിവസം വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു, ചൂട് വ്യത്യാസം വരുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു, ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു അവസ്ഥ ചിന്തിക്കാൻ പറ്റുമോ? ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ആകെ 1.5 സെന്റ് സ്ഥലമുണ്ട്, അതിനാണെങ്കിൽ നേരെ ചൊവ്വ ആധാരമില്ല, മര്യാദയ്ക്ക് പട്ടയവും ഇല്ല, ഒരു സാധനം കിട്ടാത്ത നമ്മളോട് ഈ ഭൂമിയിലെ ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഈ പ്രദേശത്തിന്റെ 1.5 സെന്റ് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത, അതിനാണെങ്കിൽ പട്ടയം ഇല്ലാത്ത നമ്മളോട് ഈ സൃഷ്ടപ്രപഞ്ചം ഇങ്ങോട്ട് ചോദിക്കുകയാണ്, എനിക്ക് എന്ത് സംഭവിക്കും, എനിക്ക് എന്താ വരാൻ പോകുന്നത്, എനിക്ക് അറിയത്തില്ല, നിങ്ങളൊന്ന് വെളിപ്പെടുത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഉൽപ്പത്തി പുസ്തകം 1:31 വാക്യം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി 1:31 വാക്യം. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 6-ാം ദിവസം. ദൈവത്തിന്റെ സൃഷ്ടിയിൽ യാതൊന്നിനും ഒരു കുറവില്ല, എല്ലാം നല്ലത്. മനുഷ്യനും നല്ലത്, ഈ പറയുന്ന എല്ലാ പ്രവൃത്തികളും, എല്ലാ സൃഷ്ടികളും നല്ലത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം നല്ലത്. പിന്നെ എന്തിനാ ഈ സൂര്യനും ചന്ദ്രനും ഇങ്ങനെയുള്ള സൃഷ്ടപ്രപഞ്ചത്തിലെ പലതും ഈ വന്ന് നമ്മളോട് ചോദിക്കുന്നത്, ഇതെന്താ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോകുന്നത്, ഇവിടെ ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നു, നമ്മളോട് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? അതിൻ്റെ കാരണത്തെക്കുറിച്ച് 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 19 വരെ വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഉൽപ്പത്തി 3-ാം അധ്യായം 14 മുതൽ 19 വരെ വാക്യങ്ങൾ വായിച്ചാൽ ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ ഈ പറയുന്ന വസ്തുക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. വായിക്കാം. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. വായിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാ, സമയം കളയണ്ടല്ലോ. എവിടെ ആരൊക്കെ ശപിക്കപ്പെട്ടു? മനുഷ്യന്റെ പാപം മൂലം, സാത്താൻ മനുഷ്യനെ പാപം ചെയ്യിപ്പിച്ചത് മൂലം ഭൂമിയെ അവകാശമാക്കാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. നീ പെട്ടുവരുകി ഭൂമിയെ അവകാശമാക്കുമെന്ന് അവന് വാഗ്ദത്തവും കൊടുത്തു, വാഗ്ദാനവും കൊടുത്തു. അവനത് അവകാശമാക്കി സ്വന്തമാക്കേണ്ട അവൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന് പോയി കഴിഞ്ഞപ്പോൾ ആരൊക്കെ ശപിക്കപ്പെട്ടു? പാമ്പ് ശപിക്കപ്പെട്ടു, മനുഷ്യൻ ശപിക്കപ്പെട്ടു, ഭൂമി ശപിക്കപ്പെട്ടു, സൃഷ്ടപ്രപഞ്ചങ്ങളിലെ സകലതും ശാപത്തിന് ഇരയായി മാറി എന്നാണ് ദൈവവചനം പറയുന്നത്. എല്ലാം ശപിക്കപ്പെട്ടു, സകലതും ഈ ശാപം ഏറ്റുവാങ്ങി. അന്ന് വരെ അതിനുണ്ടായിരുന്ന സ്വഭാവം മാറി, എല്ലാ രീതിയിലും സ്വഭാവം മാറി. മൃഗങ്ങളുടെ സ്വഭാവം വ്യത്യാസം വന്നു, വന്യമൃഗങ്ങൾ വന്നു. അന്ന് വരെ ചെന്നായും സിംഹവും കടുവയും എല്ലാം കൂടി ഒരുമിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് ചായ ഒടിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ മനുഷ്യന്റെ പാപം മൂലം ഇത് നേരെ തിരിച്ചു മാറി. ഇന്നൊരു പാമ്പിനെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക? പാമ്പിനെ കാണുമ്പോൾ അതിനെ വിളിച്ച് ചായയൊക്കെ കൊടുത്ത് കൂടെ കിടത്തുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട് അങ്ങനെ. പാമ്പിനെ ട്രെയിനിൽ പാമ്പുമായിട്ടൊക്കെ കയറുന്ന ആളുകൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്. പാമ്പിൻ്റെ കൂടെ കിടക്കുന്നവന്മാരും ഉണ്ട് കുറേ എണ്ണം.
കഴുത്തിലൊക്കെ പാമ്പിനെ ചുറ്റും കൊണ്ട് കിടക്കുന്ന അവരുടെ മറ്റേ പുള്ളി ഉണ്ടല്ലോ, അതുപോലെ നടക്കുന്ന കുറേ ആളുകളുണ്ട്. ഇവിടെ ആരും ഇല്ലല്ലോ അല്ലേ? ഇല്ല. പക്ഷെ ഹൗവ പാമ്പിനെ കണ്ടപ്പോൾ പേടിച്ച് ഓടിയോ? പണ്ടൊരു ദിവസം എൻ്റെ വീട്ടിലൊരു മൂർക്കം പാമ്പ് വന്നു. ഈ പാമ്പാണെങ്കിൽ വന്നത് ഈ സാധാരണ സോപ്പ് എടുത്തൊക്കെ വെക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു ചട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ഈ ചട്ടിയുടെ അടിയിലാണ് ഈ പാമ്പ് കിടന്നത്. എൻ്റെ ഭാര്യ അലക്കിക്കൊണ്ടിരുന്നപ്പം ഈ ചട്ടി ഒന്ന് മാറ്റി. അപ്പോഴാണ് മൂർക്കൻ ഇങ്ങനെ നീർന്നിട്ട് ഒരൊറ്റ ചീറ്റല്. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, കുറച്ച് അപ്പുറത്തായിരുന്നു. ഇവളൊരു കരച്ചിൽ കരഞ്ഞിട്ട് ആ പാമ്പ് പിന്നെ 3 ദിവസത്തേക്ക് വെള്ളം കുടിച്ചിട്ടില്ല. അതേ അവസ്ഥയായിരുന്നു ആ പാമ്പിൻ്റെ അവസ്ഥ. ഒരൊറ്റ ഒച്ച എടുത്തിട്ട് പാമ്പ് പേടിച്ച് അവിടെ ഇരുന്നു. എൻ്റെ പൊന്നു മോളെ ഞാനൊന്നും ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞ് അവിടെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടിരുന്നു. അവസാനം ഈ നിലവിളി കേട്ട് എല്ലാവരും കൂടി വിളിച്ച് ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പാമ്പ് അവിടെ ഇരിക്കുക. എന്നെ വേണമെങ്കിൽ കൊന്നോ, എന്നാലും കുഴപ്പമില്ല, ഈ ശബ്ദമൊന്നും കേൾക്കാൻ എന്നെ കൊണ്ട് വയ്യ. അമ്മാതിരി നിലവിളിയാണ് നിലവിളിച്ചത്. നമ്മളങ്ങനെ തന്നെയല്ലേ ഇപ്പോഴും നിലവിളിക്കുന്നത്? അങ്ങനെ തന്നെയല്ലേ? പാമ്പിനെ കാണുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ? മോശമൊന്നുമില്ലല്ലേ? പക്ഷെ നമ്മുടെ ഹൗവമ്മച്ചി പാമ്പിനെ കണ്ടപ്പോൾ വിശേഷമൊക്കെ പറഞ്ഞ് എന്നാണ്ട് സുഖമാണോ? പിന്നെ എന്നാ പറഞ്ഞേ? നടുവിലെ പഴം കഴിച്ചോന്നേ, കുഴപ്പമൊന്നുമില്ല, നീ ദൈവത്തെ പോലെ ആവുമെന്നൊക്കെ പറഞ്ഞ് സൊറയൊക്കെ പറഞ്ഞ് സന്തോഷം പറഞ്ഞാണ് ഹൗവമ്മച്ചി. കാരണം എന്താ? അവിടെ പാമ്പുമായിട്ട് അങ്ങനെ വലിയ ശത്രുതയൊന്നും കാണുന്നില്ലെന്ന്, അങ്ങനെ വലിയ ഭയമൊന്നും കാണുന്നില്ല. എല്ലാം നല്ല രീതിയിൽ, എല്ലാം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ യാതൊന്നിനും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്ന് ഈ സൃഷ്ടി മുഴുവൻ നമ്മളോട് ഭയങ്കര അനുകൂലമാണല്ലോ അല്ലേ? ആണല്ലോ അല്ലേ? ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളവർ ഇവിടെ ഉള്ളേ. ആനേനെ കാണുമ്പോൾ ഇഷ്ടമുള്ളവരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ മനുഷ്യനെതിരായി മാറി. പലതും മനുഷ്യനെതിരായി, പലതും അനുകൂലമായി നിൽക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ തന്നെ പലതും നമുക്ക് ഭയമായി. ഇതിനോട് നമുക്ക് യാതൊരുവിധ അനുകൂലവുമല്ലാത്ത നിലപാടായി മാറി. എന്നാൽ ദൈവം എന്താണ് അനുഗ്രഹിച്ചു വിട്ടത്? മനുഷ്യനെ അനുഗ്രഹിച്ചു വിട്ടത്, നീ പെറ്റുപെരുകി ഭൂമിയെ സ്വന്തമാക്കൂ, സൃഷ്ടപ്രപഞ്ചത്തെ നീ സ്വന്തമാക്കൂ എന്ന് പറഞ്ഞ് അനുഗ്രഹം അവൻ്റെ മേൽ വെച്ചു. പക്ഷെ അവൻ അനുഗ്രഹം പ്രാപിച്ചോ? ഇല്ല. പാപം മൂലം അവൻ്റെ മേൽ വരേണ്ട സകല അനുഗ്രഹങ്ങളും അവനിൽ നിന്ന് മാഞ്ഞുപോയി. പകരം ശാപം മാത്രമായി അവൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ തുടങ്ങി. മണ്ണ് ശപിക്കപ്പെട്ടതായി, അവൻ്റെ ഭാര്യ, അവൻ്റെ മുമ്പിലുള്ള സൃഷ്ടി സകലതും ശപിക്കപ്പെട്ടതായി മാറി. എല്ലാം പരസ്പരം എതിർക്കുന്ന അവസ്ഥയിലേക്ക് വന്നുപോയി. ഇവിടെയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും നമ്മുടെ ശാപത്തെ, നമ്മുടെ പാപത്തെ ഇല്ലാതെയാക്കി. നമുക്കെതിരെ നിന്ന സകല ശാപങ്ങളെയും സകലത്തെയും അവൻ മാറ്റി അനുഗ്രഹമാക്കി മാറ്റി എന്നാണ് ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. 1 പത്രോസ് അതിന്റെ 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. 1 പത്രോസ് 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കാം. ക്രിസ്തു സഹിക്കേണ്ടിയിരിക്കുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. അവരാകട്ടെ അതെപ്പോഴെന്ന് എങ്ങനെയെന്നും ആരായുകയും ചെയ്തു. അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടിരുന്നു. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി സുവിശേഷ പ്രസംഗകർ ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ. ഇവയിലേക്ക് എത്തി നോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു. അതായത് ഒരു സുവിശേഷകന്റെ ഓരോ ദിവസത്തെ വെളിപ്പെടുത്തലിനെയും, ഒരു പ്രവാചകന്റെ, ഒരു ദൈവ പൈതലിന്റെ അനുദിന വെളിപ്പെടുത്തലിനെ ആരൊക്കെ ദർശിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ദൂതന്മാർ പോലും എത്തി നോക്കാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ദൂതന്മാർ ഓരോ ദിവസവും ശുശ്രൂഷയിൽ വന്നിരിക്കുക. ഇന്ന് വല്ല പ്രവചനം ഉണ്ടാവുമോ? ഓക്കി കാറ്റിനെ കുറിച്ച് വല്ലതും പറയുമോ? കാറ്റെങ്ങാനും വീശുവോ എന്ന് നോക്കി നിൽക്കുന്ന ദൂതന്മാരെ കാണാം. നിങ്ങൾ നേരത്തെ റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം 19-ാം വാക്യം വായിച്ചപ്പോൾ സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ മുഴുവനും ദൈവ പൈതലിന്റെ, ഒരു സുവിശേഷകന്റെ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കുന്നു. ദൂതന്മാർ കാത്തിരിക്കുന്നു. സകലതും ആരുടെ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കുന്നത്? ഒരു ദൈവ പൈതലിന്റെ, ഒരു പ്രവാചകാത്മാവുള്ള, ദൈവത്തിന്റെ ആത്മാവുള്ളവന്റെ ഒരു വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണമെന്ന് റോമാലേഖനം പറയുന്നുണ്ട്. ദൈവാത്മാവുള്ളവൻ ദൈവത്തിന്റെ ഇംഗിതത്തെ, ദൈവത്തിന്റെ ഹൃദയത്തിലെ വിചാരങ്ങളെയും വികാരങ്ങളെയും അനുഭവിച്ചറിയുന്നു. അവനത് ലോകത്തിന് വെളിപ്പെടുത്തുന്നു. അങ്ങനെ വെളിപ്പെടാനേ ഇതിന് അനുഭവമുള്ളൂ, ഇതിന് യോഗമുള്ളൂ. കാരണം രക്ഷ മനുഷ്യന്റെ മേൽ കടന്നു വന്നിരിക്കുമ്പോൾ, ആ രക്ഷ നമ്മുടെ മേൽ വരുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളി വരുമ്പോൾ, ഈ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ ദൈവത്തിന്റെ ചിന്തയെക്കുറിച്ച് ആർക്കറിയാം? പരിശുദ്ധാത്മാവിനറിയാം. ആ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയാൽ നമുക്കത് ലോകത്തോട് വെളിപ്പെടുത്താൻ പറ്റും. ഇതുപോലെ ഒരു സമയത്താണ്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്
ഓക്കി കാറ്റിനെ കുറിച്ച് പ്രവചിച്ചത്. ഒരു ഒക്ടോബർ മാസമാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ. ഓക്കി കാറ്റിനെ കുറിച്ച് ഒരു പ്രവചനം പറഞ്ഞത്. പ്രവചനം പറഞ്ഞപ്പോൾ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ആ പ്രവചനം കേട്ടിരുന്നു. കാരണം അവരത് ദൈവ പൈതലിൻ്റെ പ്രവചനത്തെ വെളിപ്പെടുത്തലിനെ ആഗ്രഹിച്ചിരിക്കുക. സൂര്യനും ചന്ദ്രനും അന്ന് ആ പ്രവചനത്തിൽ സംഭവിച്ചൊരു കാര്യം നിങ്ങൾക്കൊക്കെ ഫേസ്ബുക്കിൽ ആ വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അതായത് ബ്രദർ ഈ കാര്യം പറയുകയും കാര്യങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഇടിമിന്നൽ വന്ന് അവിടെ പതിക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബ്രദർ മലയാറ്റൂർ മലയുടെ മുകളിൽ വെച്ചിട്ട് ആ പ്രവചനം പറയുമ്പോൾ ഒരു ഇടിമിന്നൽ വന്ന് ബ്രദറിൻ്റെ തൊട്ടടുത്ത് വന്ന് പതിക്കുന്നത്. ബിബിൻ ബ്രദറൊക്കെ അവിടെ ദൃക്സാക്ഷികളാണ് ഈ കാര്യത്തിന്. ബിബിൻ ബ്രദറിനോട് സാധാരണ ബ്രദർ വന്നിരിക്കും, ബ്രദറിൻ്റെ അടുത്ത് തന്നെ ബിബിൻ ബ്രദറും റിനോ ബ്രദർ ഇവരൊക്കെ ചുറ്റും തൊട്ടടുത്ത് തന്നെ ഇരിക്കാറ്. പക്ഷെ അന്ന് ദൈവാത്മാവ് പറഞ്ഞ് കുറച്ച് അകത്തിരുത്തിയാതി എന്ന് പറഞ്ഞതുകൊണ്ട് ഇവരെ പിടിച്ച് അകത്തിരുത്തി. പക്ഷെ ഈ ഒരു സംഭവം അവിടെ കണ്ടു. അതായത് ഈ ഒരു വെളിപ്പെടുത്തൽ ആര് വരെ കേൾക്കുന്നുണ്ട്? സൃഷ്ടപ്രപഞ്ചം വരെ കേൾക്കുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും ഇടിമിൻ എല്ലാ ശക്തികളും ഇത് കേൾക്കുക, കാതോർത്തിരിക്കുക. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. വലിയ മാറ്റം ഉണ്ടായോ? ഒരു മാറ്റം ഉണ്ടായില്ല. അതങ്ങനെ തന്നെ ഈ കേരളത്തിൽ സംഭവിച്ചു. കൊറോണ അങ്ങനെ തന്നെ സംഭവിച്ചു. വരാനിരിക്കുന്ന സകല കാര്യത്തെക്കുറിച്ചും ദൈവ പൈതൽ ലോകത്തോട് വെളിപ്പെടുത്തുമ്പോൾ അത് മനുഷ്യൻ മാത്രമാണ് അത് അവഗണിക്കുന്നത്, മനുഷ്യൻ മാത്രമാണ് അത് സ്വീകരിക്കാതിരിക്കുന്നത്, മനുഷ്യൻ മാത്രമാണ് അതിനെ കളിയാക്കുന്നത്, മനുഷ്യൻ മാത്രമാണ് അതിനെ വലിച്ച് ചീന്തുന്നത്. എന്നാൽ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുക, എന്ത് സംഭവിക്കും, എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത്. 2 പത്രോസ് അതിൻ്റെ 3-ാം അധ്യായം 10-ാം വാക്യം കൊണ്ടൊന്ന് വായിക്കാം. 2 പത്രോസ് അതിൻ്റെ 3-ാം അധ്യായം 10-ാം വാക്യം. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. ഇവിടെ ഒരു വെറും മീൻപിടുത്തക്കാരനായ കടലിനെ കുറിച്ച്, അത് നമ്മൾ ഇന്ന് കാണുന്ന പുറംകടലല്ല, ഗലീലി കടൽ, വെറും 22 കിലോമീറ്റർ മാത്രം ഉള്ള ആ ഒരു നീളമുള്ള ഈ പറയുന്ന ഗലീലി കടലിനെ കുറിച്ച് മാത്രം അറിയാവുന്ന പത്രോസ് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് ആ വാക്യം? ഒന്നുകൂടി വായിച്ചോ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. കർത്താവിന്റെ ദിനം വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. അതായത് പാപം ചെയ്ത് തിന്മ ചെയ്ത് മനുഷ്യന്റെ തിന്മ മൂലം ശപിക്കപ്പെട്ട ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ പലതിനും വ്യതിയാനങ്ങൾ വരും, വ്യത്യാസങ്ങൾ വരും. ആകാശം വലിയ ശബ്ദത്തോടെ മാറിപ്പോകും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും, ഭൂമി മതിലുള്ള സമസ്തവും കത്തി നശിക്കും. എല്ലാം കത്തി നശിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ഇവിടെ വചനം പറഞ്ഞിരിക്കുക. ഈ വെളിപ്പെടുത്തലിനെ ലോകത്തിന് വലിയ പവറൊന്നുമില്ല, അല്ലെങ്കിൽ മനുഷ്യന് വലിയ വിലയൊന്നുമില്ല. മനുഷ്യന് അതിനെ വലിയ വിലയോടെ അല്ല കാണുന്നത്. പക്ഷേ സൃഷ്ടപ്രപഞ്ചം വളരെ വിലയോടെ കാണുന്നത്. ഈ പ്രവചനങ്ങൾ അല്ലെങ്കിൽ ഈ പ്രസംഗങ്ങൾ, ഈ കാര്യങ്ങൾ, ഈ സുവിശേഷം ആരാ വളരെ ആകാംക്ഷയോടെ കാണുന്നത്? ഈ സൃഷ്ടിയിലെ എല്ലാ പ്രപഞ്ചവും സകലതും അവിടെ കാണുക. റോമാലേഖനം 8-ന്റെ 20-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ, 19 വായിച്ചു, നമ്മൾ 20-ഉം 21-ഉം കൂടി ഒന്ന് വായിച്ചു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു, സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവന്റെ അഭീഷ്ടപ്രകാരം. സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാക്കുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സൃഷ്ടി ജീർണതയുടെ, ആ വാക്യം ഒന്നുകൂടി വായിച്ചോ. സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുകയും, ജീർണതയുടെ അടിമത്തത്തിൽ നിന്നും, ശാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും, പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും, തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്നും സൃഷ്ടി മോചിതമാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. ദൈവമക്കൾക്ക് കിട്ടിയ അതേ സ്വാതന്ത്ര്യം ആർക്കും പ്രാപിക്കാൻ പറ്റും? സകല സൃഷ്ടിക്കും പ്രാപിക്കാൻ പറ്റും. അങ്ങനെ പ്രാപിക്കുന്നതിനെയാണ് അവൻ കാത്തിരിക്കുന്നത്, അതിനെയാണ് അവൻ നോക്കിക്കാണുന്നത്. ആ ഒരു സ്വാതന്ത്ര്യം എപ്പോൾ തനിക്ക് ലഭിക്കുമെന്ന് അവൻ നോക്കിക്കാണുകയാണ്, അവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഏത് സൃഷ്ടി? ആരൊക്കെ? സൂര്യനും ചന്ദ്രനും. ഞാനൊരു ഉദാഹരണം, നിങ്ങൾക്കറിയാവുന്ന ഉദാഹരണം പറഞ്ഞു. ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും എന്തിനു വേണ്ടി കാത്തിരിക്കുന്നത്? തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, തങ്ങളുടെ വിടുതലിന് വേണ്ടി, തങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന ഈ വലിയ അനുഗ്രഹത്തിന്, വിടുതലിന്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാത്തിരിക്കുക. ആരുടെ മുമ്പിൽ കാത്തിരിക്കുന്നു? ആരുടെ വെളിപ്പെടുത്തലിന് കാത്തിരിക്കുന്നു? ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന്. സുവിശേഷം പറയുന്ന പരിശുദ്ധാത്മാവുള്ള ദൈവാത്മാവ് പ്രവർത്തിക്കുന്നവരുടെ മേൽ നോക്കിയിരിക്കുക. ഇന്ന് ഇവന്റെ മേൽ എന്ത് പറയും, ഇവൻ എന്താണ് നമുക്ക് വെളിപ്പെടുത്തുന്നത് എന്ന് കാത്തിരിക്കുന്ന സൃഷ്ടിയെ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യെശയ്യാ പ്രവചനം 11-ന്റെ 6 മുതൽ 9 വരെ വാക്യം വായിച്ച് നമ്മൾ ആരാധനയിലേക്ക് കടന്നു പോകാം. യെശയ്യാ 11-ാം അധ്യായം 6 മുതൽ 9 വരെ വാക്യങ്ങൾ.
ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലിയും കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. കോലാട്ടുകുട്ടിയോട് കിടക്കും. അടുത്തത് പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. പശുവും സിംഹവും ഒന്നിച്ചു മേയുമെന്ന് നടക്കുന്ന കാര്യമാണോ? പശുവും സിംഹവും ഒരുമിച്ച് മേയും. അടുത്തത് ഒരു ശിശു അവയെ നയിക്കും. പശുവും കരടിയും ഒരിടത്ത് മേയും. കർത്താവായ യേശുക്രിസ്തു വസിക്കുന്ന ഈ ഭൂമി 1000 വർഷക്കാലത്തെ അനുഗ്രഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു മേഖലയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ തിന്മയും മാറ്റപ്പെടും, സകല തിന്മയും മാറും, എല്ലാം സമാധാനത്തോടെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകും. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദം അനുഗ്രഹിക്കപ്പെട്ടു, എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാപിക്കാനുള്ള എല്ലാവിധ വാഗ്ദാനവും അവന് കൊടുത്തു. പക്ഷേ അവൻ്റെ പാപം മൂലം എന്തു സംഭവിച്ചു? അനുഗ്രഹമല്ല വന്നത്, അവനും ഭൂമിയും സകലതും ശപിക്കപ്പെട്ടു. എല്ലാം ശാപത്തിന് കീഴിലായി മാറി. എന്നാൽ ക്രിസ്തുയേശുവിലൂടെ എല്ലാം അനുഗ്രഹത്തിലേക്ക് കടന്നു വന്നു. ഇതേ കാര്യം തന്നെ നമ്മൾ യാക്കോബിലും കണ്ടു. യാക്കോബ് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ അവനെ ദൈവം തെരഞ്ഞെടുത്തു, യാക്കോബിനെ അനുഗ്രഹിച്ചു. പക്ഷേ അതൊന്നും അവൻ്റെ ജീവിതത്തിൽ വന്നില്ല. അവൻ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞപ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെടുകയും എല്ലാവിധ അനുഗ്രഹവും വരികയും ദൈവം അവനെ ഇസ്രായേൽ എന്ന് നാമകരണം ചെയ്ത് അവനെ മാറ്റുകയും ചെയ്തു. ഇന്ന് നമ്മുടെ എല്ലാം അവസ്ഥ തന്നെയാണ്. നമുക്കൊന്ന് എഴുന്നേറ്റേക്കാം, ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴായി വന്നു പോയിട്ടുള്ള കാര്യങ്ങൾ ഇത് തന്നെയാണ്. അനുഗ്രഹമാണ് മുഴുവൻ, ഭൂമിയെ സ്വന്തമാക്കും, സകലത്തെയും സ്വന്തമാക്കും, എല്ലാവിധ അനുഗ്രഹവും നീ പ്രാപിക്കും, എല്ലാവിധ വാഗ്ദത്തവും നീ പ്രാപിക്കുമെന്ന് ദൈവം നമ്മളോട് അരുളി ചെയ്തു. പക്ഷേ പലവിധ സമയങ്ങളായി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമല്ല വന്നത്, ശാപമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നത്. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഏറ്റുപറയുകയാണ്, ഞങ്ങളുടെ ശാപത്തെ മാറ്റി അനുഗ്രഹമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ശാപങ്ങളെ നീക്കി വിശ്വാസത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വന്ന് അനുഗ്രഹമാക്കി മാറ്റണമേ, അനുഗ്രഹമാക്കി മാറ്റണമേ, അനുഗ്രഹമാക്കി ഞങ്ങൾ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന.